പ്രിലിംസിൽ വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ്: എ 51A വകുപ്പിൽ, ബി 51A വകുപ്പിൽ, സി 51A വകുപ്പിൽ, ഡി 51A വകുപ്പിൽ. ഓപ്ഷൻസ് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് മൗലിക കർത്തവ്യങ്ങളിൽ വരുന്ന ഒരു ഭാഗമാണെന്ന്. കാരണം ആർട്ടിക്കിൾ 51A പറയുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് 51A. ഇത് എ ആയിട്ട് വരുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 51A വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ദേശീയ ഗാനത്തെയും കുറിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 51A ആണ്. ഓർത്ത് വയ്ക്കുക. നമുക്ക് ദേശീയ പതാകയെക്കുറിച്ച് കൂടുതൽ നോക്കാം. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22-നാണ്. ഓർത്ത് വയ്ക്കുക. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട്. 1947 ജൂലൈ 22-ന് അംഗീകരിച്ചിട്ടുണ്ട്. പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ: മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. പതാകയുടെ മധ്യത്തിലുള്ള അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, ഹുബ്ലി, കർണാടക. അപ്പോൾ കർണാടകയിലെ ഹുബ്ലിയിലുള്ള ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല. 1907 അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് 1931-ലാണ്. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുണ്ടാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമമാണ് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം നിലയിൽ വന്നത് 2002 ജനുവരി 26-നാണ്. അപ്പോൾ ദേശീയ പതാകയെക്കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നോക്കി വയ്ക്കുക. ദേശീയ പതാക 10th പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.